റായ്ബറേലി സ്ഥാനാർത്ഥിത്വത്തോടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനങ്ങൾ ശക്തമാകുകയാണ്. രണ്ടാം സീറ്റിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ പ്രചാരണത്തിനിറങ്ങിയത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇക്കാര്യം വ്യക്തമാക്കിയതുമില്ല. 2019 വയനാട്ടിലെത്തിയത് ഉത്തരേന്ത്യയിൽ തിരിച്ചടിച്ചപ്പോൾ ഇത്തവണ കാര്യമായ പ്രചാരണങ്ങളില്ലാതെ വയനാട്ടിലും സംസ്ഥാന കോൺഗ്രസ് താൽപര്യം മാത്രം പരിഗണിച്ച് രാഹുൽ മറ്റിടങ്ങളിലുമെത്തി. പാകിസ്ഥാൻ പതാക വിവാദം വീണ്ടും ഉയരുന്നത് ഒഴിവാക്കാൻ ലീഗ് കൊടി മാത്രമല്ല കോൺഗ്രസ് കൊടി വരെ ഒഴിവാക്കി. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശവും CAA പ്രശ്നത്തിലെ നിലപാടില്ലായ്മയും രാഷ്ട്രീയ ചോദ്യങ്ങളായപ്പോൾ ചിത്രത്തിൽ നിന്ന് രാഹുൽ മാഞ്ഞു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയതും പോളിംഗ് ശതമാനം കുറഞ്ഞതും MP എന്ന നിലയിൽ നേരിട്ട വിമർശനങ്ങളും വയനാട്ടിൽ പ്രതികൂലമാവുമെന്ന നിരീക്ഷണങ്ങൾ ശക്തമാവുമ്പോൾ കൂടിയാണ് രാഹുലിന്റെ രണ്ടാം സീറ്റ് എന്നതും ശ്രദ്ധേയം. ഏതായാലും വയനാട്ടിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമാവുകയാണ് രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലേക്കുള്ള പോക്ക്. വയനാട്ടുകാരോട് പറഞ്ഞ വൈകാരിക അടുപ്പം കഴിഞ്ഞ ദിവസം റായ്ബറേലിയിലും രാഹുൽ ആവർത്തിച്ചു. ഇവിടെ തോക്കൂന്നുള്ള വിശ്വാസം കൊണ്ട് അവിടെ രണ്ടു സ്ഥലത്തും ജയിക്കൂലോ. അപ്പൊ ഇവിടെ തോക്കുന്ന ഏകദേശം അയാൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ ഇപ്പൊ റായ്ബറേലി നിൽക്കട്ടെ, അവിടെ ജയിക്കട്ടെ. വയനാട് ഉപേക്ഷിക്കൂല, അത് ആദ്യം പറഞ്ഞ വാക്ക. വയനാട്ടിൽ തന്നെ ഉണ്ടാവും രാഹുൽ ഗാന്ധി. വയനാട്ടിൽ തോൽക്കുന്നുള്ളത് 100% ഉറപ്പാണ്. ആനിരാജയെ ഇവിടെ വിജയിക്കുള്ളൂ. ഇവിടുത്തെ കോൺഗ്രസുകാരോടല്ല ചെയ്യുന്നത്, വോട്ടർമാരോട് കോൺഗ്രസുകാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. രാഹുൽ ഗാന്ധി ഇവിടുന്ന് പോക്കനെയാണ് നല്ലത്. ഇവിടെ ഒരു കാര്യമില്ല. നമുക്ക് വയനാട്ടിന് വേണ്ടി എന്താ ചെയ്തത് എടുത്തു പറയാൻ പറ്റിയ ഒരു കാര്യം രാഹുൽ ഗാന്ധി ഇവിടെ വയനാട്ടിൽ ചെയ്തിട്ടില്ല. വയനാട് വലിയ പ്രതീക്ഷയായിരുന്നു, പക്ഷേ ഇത്തവണ കുറച്ചൊരു പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റുണ്ട്. ഇവയ്ക്കൊക്കെ വേണ്ട രീതിയിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ജനങ്ങൾ സംശയമുള്ളതായിട്ടുണ്ട്. BJP കുത്തൊഴുക്കിലും കോൺഗ്രസിനൊപ്പം പിടിച്ചു നിന്ന UPയിലെ ഏക മണ്ഡലമാണ് റായ്ബറേലി. രാഹുൽ രണ്ടിടങ്ങളിലും ജയിച്ചാൽ ഗാന്ധി കുടുംബത്തിന്റെ ഉറച്ച സീറ്റ് ഉപേക്ഷിക്കില്ലെന്നും വയനാട് ഉപേക്ഷിക്കുമെന്നും ഉറപ്പാണ്. അങ്ങനെയാണെങ്കിലും കോൺഗ്രസ് വയനാട്ടിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. കൈരളി ന്യൂസ്, വയനാട്.